ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ യാത്രകളെന്നും പുതിയ അനുഭവങ്ങളെന്നും നമ്മൾ പറയുമെങ്കിലും ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. സോ അതിലെഴുതിയേക്കുന്ന കണക്ക് തന്നെ ഇത് പോകുന്നത് ഉജ്ജയിലോട്ടാണ്. രാത്രി 11 മണിക്കാണ് ട്രെയിൻ. ഏകദേശം ഒരു 4 മണിക്കൂർ 3.5 മണിക്കൂറിനടുത്ത് സമയമെടുക്കും അങ്ങ് എത്തണം. സോ ഏകദേശം ഒരു 3.5 മണിക്ക് ശേഷമാണ് ഇതവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് നമ്മൾ ലെഫ്റ്റിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വഴി ഉണ്ടാകത്തോട്ട് മഹാകാളീശ്വരി ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ഒരു സൈൻ ബോർഡുണ്ട്. സോ അതുവഴി നടന്നു പോയാൽ മതി. ഏകദേശം ഒരു 1 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അവിടെ നിന്ന്. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ഏകദേശം 4 മണിക്ക് ആ സമയത്താണ്. ആക്ച്വലി അവിടെ 3:45 ആകുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ ക്യൂ തുടങ്ങും. നല്ല ക്യൂ ആണ്. കുറച്ച് അവിടെ പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇത് ആൾക്കാർ പോകുന്നതാണ്. ഏകദേശം ഒരു 4 മണി സമയം ആയിട്ടുള്ളൂ. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. ഇത് വരുന്ന വഴിയിൽ ഫേസ് 2 പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഭയങ്കരമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ മൊത്തം ഈ പോലീസിൻ്റെ ബാരിക്കേഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ അങ്ങോട്ടൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. അപ്പം കുറച്ച് നാൾ മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഈ കോറിഡോർ നമുക്ക് ഇതുവഴി ജസ്റ്റ് പാസ് ചെയ്താൽ എത്തും. പക്ഷേ അതിപ്പം ക്ലോസ് ചെയ്തേക്കുവാണ്. കാരണം വെച്ചാൽ അവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് മഹാകാളേശ്വരിയുടെ ബാക്ക് സൈഡിൽ ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. ഇപ്പോൾ ചെയ്തേക്കുന്ന അതിൻ്റെ ഫ്രണ്ട് ചെറിയൊരു ലേക്ക് സൈഡാണ് ഇപ്പോൾ വൃത്തിയാക്കി. അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഡെക്കറേഷൻസ് കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ഈ ഭാഗം തന്നെ ബാക്ക് സൈഡാണ്. ഇപ്പം ഇവിടെയാണ് ഇപ്പം നിലവിൽ കൺസ്ട്രക്ഷൻസ് പരിപാടി നടക്കുന്നത് മെയിനായിട്ട്. സോ അതുകൊണ്ട് ഈ വഴി ആരെയും അങ്ങോട്ട് കടത്തി വിടത്തില്ല. അതുകൊണ്ട് ഇപ്പം മഹാകാളേശ്വരൻ അമ്പലത്തിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ചുറ്റണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം അവിടെ ലൈറ്റ് ഷോ ആണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം ഒരുവിധമുള്ള എല്ലാ നോർത്ത് ഇന്ത്യയിലെ അമ്പലങ്ങളിലും ഇതുപോലെ ലൈറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ഷോ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാശിയിൽ ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഹരിദ്വാറിലുണ്ട്, ഋഷികേശിലുണ്ട് ഇതിൻ്റെ നല്ല രീതിയിൽ. സോ ഇവിടെയും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടെന്ന് പറയാം. ഒരുവിധം എല്ലാ കളറും അതിനകത്ത് കാണിക്കുന്നുണ്ട്. വെള്ള, പച്ച, ചുവപ്പ്, പിന്നെ തവിട്ട് ഉൾപ്പെടെ നീല, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ നിറങ്ങളും അതിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് കിടക്കുന്ന പൂജ രാവിലെ 4 മണിക്ക് ഭസ്മ അഭിഷേകത്തുണ്ട്. നമ്മുടെ ഈ ശിവലിംഗത്തിൽ ഭസ്മ പൂജ ചെയ്യുന്നതിലൊരു പ്രത്യേക ചടങ്ങുണ്ട് അവിടെ. അതിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല, കാരണം പ്രത്യേക കാശ് കൊടുക്കണം. പിന്നെ വെച്ചാൽ ഭയങ്കര ക്യൂ ആണ്. ഇന്നലെ തന്നെ അവർ ക്യൂ വന്ന് നിന്ന് കാണും ആൾക്കാർ. അതിന് പ്രത്യേക വഴിയുണ്ട്. നമ്മൾ സാധാരണ പോകുന്ന ആ വഴിയല്ല അവർക്കുള്ളത്. സോ ബാക്കി എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി അതിൻ്റെ 4 ഭാഗത്തും, ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും വേറൊരു ഭാഗത്തും ഉണ്ട്. അവിടെയൊക്കെ ഇത് കണക്ക് വലിയ പ്രൊജക്ടറിൽ ഇങ്ങനെ ഇതിൻ്റെ ലൈവ് വിഷ്വൽസ് ഉണ്ട്. അപ്പം പലരും പല വയസ്സായ ആൾക്കാർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് തൊഴുന്നത് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അവരിപ്പം ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ പഴയ നമ്മുടെ കുറച്ച് നാൾ മുമ്പ് തുറന്നു കൊടുത്ത കോറിഡോർ കാണാൻ വേണ്ടി എനിക്ക് പോകണമെങ്കിൽ ചുറ്റി പോകണം. സോ ഞാനിപ്പോൾ ചുറ്റി പോവുകയാണ്. നല്ല ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം അതിനകത്തൊരു പാലം കഴിഞ്ഞ് ഒരു ഫ്ലൈ ഓവറാണത്. ആ ഫ്ലൈ ഓവർ കഴിഞ്ഞ് താഴെ ഇറങ്ങി കറങ്ങി വേണം അത് പോകാൻ വേണ്ടി. അപ്പം അധികം ദൂരമൊന്നുമില്ല, ഏകദേശം 1 കിലോമീറ്റർ താഴെ ഉള്ളൂ ആക്ച്വലി. എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഇതാണ്. ഇത് വഴിയാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ആ ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ പറഞ്ഞ കോറിഡോറിൻ്റെ മെയിൻ ഭാഗങ്ങൾ വരുന്നത്. സോ ഇതുവഴി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അതുവഴി കയറണം. എൻ്റെ ബാക്ക് സൈഡിൽ ഇതതിൻ്റെ ഫ്രണ്ട് സൈഡിലെ വ്യൂ ആണ് മഹാകാളേശ്വരൻ ടെമ്പിളിൻ്റെ. രാവിലെ 4 മണി കഴിഞ്ഞതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ സമയം. ഇപ്പോൾ തന്നെ ആൾക്കാർ അവിടെ അവരുടെ ഈ വിൽപ്പനയ്ക്ക് വരികയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. രാവിലത്തെ വെട്ടമാണ്. എൻ്റെ ഫോണും അത്ര വലിയ ക്ലാരിറ്റി ഉള്ളതൊന്നുമല്ല. സോ അതുകൊണ്ട് പല ഇമേജ് ഞാൻ DSLR ക്യാമറയ്ക്ക് വേണ്ടി കൊതിച്ച മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. എന്തെങ്കിലും
ക്യാമറ മാറ്റി ഒരു DSLR എടുക്കും, അല്ലെങ്കിൽ ഒരു ഐഫോൺ എടുത്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. ഇതിപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ, നമ്മൾ കാണുന്നവർക്കൊന്നുമല്ല, ഒരു വലിയൊരു ഏരിയയിൽ ഇപ്പോൾ ലൈറ്റ് വന്നിട്ട് വാട്ടർ ബോഡിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര രസമായി കാണാം. അതിൻ്റെ കൂടെ ഈ മന്ത്രോച്ചാരണങ്ങളും ഉണ്ട് അതിനകത്ത്. രാവിലെ നടക്കുന്ന പൂജയുടെ മന്ത്രോച്ചാരണം എല്ലാ സ്പീക്കർ വഴി പുറത്തേക്ക് കേൾക്കാം. അതിൻ്റെ കൂടെ ഇതും കൂടെ നല്ലൊരു പ്രത്യേക ഒരു വൈബുള്ള സ്ഥലമാണ്, നല്ല ഫീലുള്ള സ്ഥലം. അതൊട്ട് ക്ലാരിറ്റി ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, സംഭവം ഉണ്ടെന്ന് കാണിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഇനി ശരിക്കുള്ള കാണിച്ചു തരാം. ഈ കാണുന്നതാണ് മഹാകാളേശ്വരൻ്റെ യഥാർത്ഥ ശരിക്കും പോവേണ്ട എൻട്രി. ഈ പോയിൻ്റാണ്, ഇതുവഴി വേണം അകത്ത് കയറി പോകാൻ. ഇതിപ്പോൾ രാവിലെ ആവുന്നേ ഉള്ളൂ, ഇത് 6 മണി ആയിട്ടില്ല ഇപ്പം. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്, വെച്ചാൽ ഒന്നും മനസ്സിലാവാത്തത് ചുറ്റുമുള്ളത്. ജസ്റ്റ് ഈ ലൈറ്റിൻ്റെ ഒരു ഇത് മാത്രമേ കാണുന്നുള്ളൂ ആ ഭാഗത്ത്. ഇനിയുള്ള വീഡിയോകളിൽ അത് മാറും, കുറച്ചുകൂടെ വ്യക്തമാകാൻ പറ്റും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി 4 ഭാഗത്ത്. അതുകൊണ്ട് ആ കാണുന്ന സ്ക്രീനിൽ നമുക്ക് ലൈവായിട്ട് മറ്റേ ഭസ്മാഭിഷേകമൊക്കെ കാണാൻ പറ്റും. ഭസ്മാഭിഷേകത്തിന് പ്രത്യേക ക്യൂ ആണ്. നമ്മളത് ചെന്നിട്ട് 2250 രൂപ സംതിങ് ആണ് നമ്മൾ എക്സ്ട്രാ അടയ്ക്കണം അതിന് പങ്കെടുക്കണമെങ്കിലും. അതിന് നമുക്കത് ബുക്ക് ചെയ്യണമെങ്കിൽ പ്രീ ബുക്കിംഗ് ഉണ്ട് അവിടെ സ്ലോട്ട്. ഇതാണ് നമ്മൾ TV-യിൽ കാണുന്ന മോഡിജി വന്ന് ഉദ്ഘാടനം ചെയ്ത അവിടുത്തെ വിഗ്രഹങ്ങളും ശില്പങ്ങളൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറയാനില്ല, കാരണം അത്ര ക്ലീനാണ് സറൗണ്ടിങ്സ്. എല്ലാം ക്ലീനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പൊടി പോലും നമുക്ക് അവിടെ ശരിക്കൊന്നും കാണാൻ കഴിയില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചേക്കണം. അത് മാത്രമല്ല, അതിനകത്ത് നമുക്കുള്ള എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി ബാത്റൂംസ് ഉണ്ട്, നല്ല ഈ കുടിവെള്ളത്തിനുള്ള ഡ്രിങ്കിങ് വാട്ടർ, പ്രോപ്പറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട്, നല്ലതുണ്ട്. പിന്നെ എല്ലാ ദൈവങ്ങളും, ഹിന്ദുമതത്തിൽ പറയുന്ന ഏകദേശമുള്ള എല്ലാ ദൈവങ്ങളും സന്യാസിമാരും അവരുടെ എല്ലാവരും ഇതുപോലെ എല്ലാവരും നമ്മളായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ സംഭവമാണ്. എനിക്ക് ഏറ്റവും കൂടുതലൊരു ഇഷ്ടപ്പെട്ട വെച്ചാൽ ഈ വയസ്സായ ആൾക്കാർ, മുത്തശ്ശിമാരൊക്കെ വന്നിട്ട് അവരുടെ കൊച്ചുമക്കളോട് ഇതാണ് അവർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് സീൻസൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു കൈമുതലാക്കിയത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല, ഇത് 6 മണി ആയിട്ടില്ല. അതുകൊണ്ടാണ് ആൾക്കാരുടെ എണ്ണം കുറവ്. അല്ലെങ്കിൽ ഇവിടെ രാവിലെ ആൾക്കാർ യോഗ ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഇവിടെ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യും ഇവിടെ. കാരണം എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ് അവിടെ, പ്രത്യേകിച്ച് കാശൊന്നുമില്ല. ഏകദേശം 4 ഭാഗത്ത് ഇതിൻ്റെ എൻട്രി ഗേറ്റ്സ് ഉണ്ട്. സോ ആർക്ക് വേണോ വരാം, എപ്പോൾ വേണോ രാത്രി കയറാം. അതിന് പ്രത്യേക ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ രാവിലെ 4 മണി തൊട്ട് 9:30 മണി വരെ അങ്ങനെ തന്നെ ഉള്ളൂ. മോർണിംഗിൽ ഈവനിങ്ങിലും അത് കണക്ക് തന്നെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിൽ മാത്രമേ അമ്പലത്തിനകത്ത് പ്രവേശനമുള്ളൂ. പക്ഷേ പുറത്ത് ഈ കാണുന്ന കോറിഡോറും ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാം, അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റി വോളണ്ടിയേഴ്സ്മാരാണൊക്കെയുള്ള പിള്ളേഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം. ഇവരൊരു ഫോട്ടോ എടുത്ത് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അങ്ങനെ സാധാരണ ഈ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു പല്ലവിയുണ്ട്, നമ്മളൊരു വൃത്തിയില്ല, ഒരു ചെയ്യുന്നതിലൊരു നീറ്റില്ല. പക്ഷേ ഇത് എക്സെപ്ഷനലാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ തറയിലൊക്കെ നോക്കണം, അവിടെ ഒരു പൊടി നമുക്ക് അങ്ങനെ എടുത്ത് പറയാനൊന്നും കഴിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തത് ഒരു ക്യാമറ ഇല്ലാത്തതിനാണ്. കാരണം അത്രയ്ക്ക് നല്ല വിഷ്വൽസാണ്. വിഷ്വൽ ട്രീറ്റ് എന്നാണെങ്കിൽ പറയണം. ഓരോ തൂണും അതിനകത്ത് കൊത്തി വെച്ചേക്കുന്ന ബിംബങ്ങളെല്ലാം ഭയങ്കര ഒരു ഇത് അടുത്തതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ടല്ലോ, അമൃതെടുക്കുന്ന കഥ. പാലാഴി കടഞ്ഞ് അമൃതെടുക്കുന്ന ഒരു ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു കഥയുണ്ടല്ലോ. അതിൻ്റെ ഒരു
ഒരു ചിത്രമാണത്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ശിവൻ്റെ ഒരു ഒരു ഈ ഒരു ഫിനിഷിംഗ് ആണ്. എൻ്റെ ഒരു ഈ മുടിയുടെയും കൈയിൻ്റെയൊക്കെ വല്ലാതൊരു ഫീലിംഗ് ആണ് അത് കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഓരോരോ ബിംബങ്ങളും കാര്യങ്ങളുമാണ് അവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇതല്ല, ഇതിനേക്കാളും നല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. സോ അത് പറ്റുവാണെങ്കിൽ അത് ഒന്ന് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഭയങ്കര ഒരു ശിവൻ്റെ ഒരു ഒരു പിക്ക്. സത്യം പറഞ്ഞാൽ DSLR ക്യാമറ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ച ഒരു പോയിന്റ് ഇതായിരിക്കും. ഈ ഒരു പോയിന്റിൽ അത്ര കിടു ഒരു പിക്ചറാണ്, ഒരു ശില്പമാണത്. നമുക്കത് അടുത്ത തവണ എന്തായാലും ഒരു ക്യാമറയെ കൊണ്ട് ഞാൻ പോകും, എന്നിട്ട് പിക്സ് എടുക്കാൻ വേണ്ടി മാത്രം. സോ ഇത്രയൊക്കെ ഉള്ളു മെയിനായിട്ട് ഇവിടെ പറയാൻ. നല്ലൊരു വീഡിയോ വേറെ ഇതിൻ്റെ പുറകിൽ ഇടാൻ നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഹിന്ദു മതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് ഭൂമി ഉണ്ടായതെന്നും ലോകം ഉണ്ടായതെന്നും മനുഷ്യരെന്തെന്നും പവർ എന്തെന്നൊക്കെ പറ്റിയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ 7 മഹാമുനികൾ ഇരുന്ന് തപസ് ചെയ്യുന്ന ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് ഈ ഭാഗം. ഇപ്പോഴല്ല, ഇതൊരു കഴിഞ്ഞിട്ട്. ഇത് അസ്ഥികൂടങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു അഘോരിയുടെയൊക്കെ ഒരു തരം ഇതിൽ വരുന്നത്. പക്ഷേ നമ്മുടെ മഹാകാളിയാണ് നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഗാർഡൻ കണക്കൊരു സ്ഥലമാണ്. അതായത് ആൾക്കാർക്കൊന്ന് ഇരിക്കാം, യോഗ ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാരണം രാവിലെ ഇവിടെ മെഡിറ്റേഷൻ്റെ മ്യൂസിക് ഉണ്ട്, വളരെ ചെറിയൊരു ലോ വോയിസിൽ. നല്ല രസമാണ് അത് കേൾക്കാൻ, രാവിലെ ഇവിടെ ഒന്ന് ഇരിക്കാനും ഒക്കെ. സോ ഇതാണ് എൻ്റെ ഒരു പഴയ ഫോട്ടോ. ഇത് പുതിയത് താണ്ട് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ കാണുന്നതാണ് പുതിയത്. പണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മണ്ണും ചെളിയും പിടിച്ച് കിടന്ന ഒരു ചെറിയൊരു കുളമായിരുന്നു അത്. അതിനെ നവീകരിച്ച് വലുതാക്കി എടുത്തിട്ടാണ് ഈ കാണുന്ന കോറിഡോറിൻ്റെ ഒരു ഭാഗമൊക്കെ എടുത്തത്. എനിക്ക് ഇത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശില്പം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ശ്രീകൃഷ്ണൻ അർജുനുമായിട്ട് തേരിൽ പോകുമ്പോൾ ഉള്ളാവുന്ന ഒരു സംഭാഷണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ശില്പം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ മഹാമുനിമാർ, 7 മഹാമുനിമാർ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ചതുരത്തിൽ, ഇങ്ങനെ സർക്കിളിൽ. ഇവിടെ എല്ലാവർക്കും വന്ന് ഇരിക്കാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം നമ്മൾ കണ്ടും കേട്ടും ഒക്കെയാണ് പല കാര്യങ്ങളും പഠിക്കുന്നതും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാട്ടാനും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയാം. ഒരു ഇത് ഒരു എന്താ പറയുക, ഒരു നഷ്ടപ്പെട്ട പ്രൗഢിയുടെ ഒരു തിരിച്ചുവരവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതണക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു കാശി. പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു എന്താ പറയുക, ഇത് ഒരുപാട് ശില്പങ്ങളോ അല്ലെങ്കിൽ കലാവൈദ്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ നമുക്ക് ചെന്ന് കയറാം. 2 ഭാഗത്ത് ഇതിന് നല്ല വൃത്തിയുള്ള ഒരു മെയിൻ എൻട്രൻസ് കാണും. അതിൽ നല്ല വൃത്തിയുള്ള ആൾക്കാർക്ക് ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒക്കെ ഉള്ള പ്രത്യേക ഏരിയാസ് ഉണ്ട് കാശിയിൽ. സോ കാശി എനിക്ക് ഇതിനൊക്കെ തന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കാശിയാണ്. എല്ലാ കൊത്തുപണി, അതായത് എല്ലാ തൂണുകളിലും നല്ല രീതിയിലുള്ള കൊത്തുപണികളുണ്ട്. പഴയ ദൈവങ്ങൾ ഐതിഹ്യങ്ങൾ വെച്ചുള്ള